ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എന്തൊക്കെയുണ്ട് വിശേഷം? പിന്നീട് എനിക്കൊരു കാര്യം പറയാനായിട്ടുണ്ട്. വേറെ ഒന്നല്ല, നമ്മളെല്ലാരും കടം കൊടുക്കുന്ന ആൾക്കാരല്ലേ. ഇപ്പോഴത്തെ കാലത്ത് നമ്മളെല്ലാരും കടം കൊടുത്തിട്ട് ശത്രുക്കളെ മേടിക്കാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വേറെ ഒന്നല്ല, ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മളോട് കുറെ സങ്കടങ്ങൾ പറയാണ്. അപ്പൊ നമ്മൾ ഇല്ലെങ്കിൽ പോലും നമ്മൾ പൈസയൊക്കെ ഒപ്പിച്ചിട്ട് അയാൾക്ക് പൈസ കൊടുക്കാണ് കേട്ടോ. അപ്പൊ അവിടെ തീരും അയാളുടെ സങ്കടം പറച്ചിലും കാര്യങ്ങളൊക്കെ. എന്നിട്ട് നമ്മൾ തിരിച്ച് അയാളോട് പൈസ ചോദിക്കുമ്പോ അയാൾ ഒന്നെങ്കിൽ നമ്മുടെ പ്രാഗിയിട്ട് അല്ലെങ്കിൽ ദേഷ്യത്തോടെ ആയിരിക്കും നമുക്ക് ആ പൈസ തിരിച്ചു തരുന്നത് അല്ലേ. ചിലവര് പൈസകൾ തിരിച്ചു തരാറില്ല കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടോ? എല്ലാരെയും ഞാൻ പറയുന്നില്ല, പക്ഷെ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മളടുത്ത് വന്നിട്ട് സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മൾ ഇല്ലാത്ത പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ പിന്നീട് അത് കടം കൊടുത്ത ആള് അവസാനം നമ്മുടെ ശത്രുക്കളായി മാറിയിരിക്കുന്ന കാലമാണ് കേട്ടോ ഇത്. ഞാൻ എല്ലാരെയും പറയുന്നില്ല കേട്ടോ, കുറച്ച് ആൾക്കാരെ മാത്രം കേട്ടോ പറയുന്നത്. കാരണം എന്റെ കാഴ്ചപ്പാടില് ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. ഇല്ലാത്ത പൈസ പോലെ ഒപ്പിച്ചിട്ട് നമ്മൾ ഒരാളെ സഹായിക്കാണ്. പക്ഷെ പിന്നീട് അയാള് അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരു ബന്ധത്തിൽ ഇരിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, ഒരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബന്ധു ആയിക്കോട്ടെ, പൈസ ചോദിച്ച് നമ്മൾ പൈസ കൊടുത്ത് സങ്കടങ്ങളെല്ലാം പറഞ്ഞ് അപ്പൊ നമുക്ക് സഹതാപം തോന്നിയിട്ട് അയാൾക്ക് നമ്മൾ പൈസ കൊടുക്കാണ് കേട്ടോ. പിന്നീട് നമ്മൾ തിരിച്ച് പൈസ ചോദിക്കാനായിട്ട് ഫോൺ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഫോൺ എടുക്കില്ല, അല്ലെങ്കിൽ നമ്മളോട് ദേഷ്യപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ പ്രാഗിയിട്ടായിരിക്കും ആ പൈസ നമുക്ക് തിരിച്ചു തരുന്നത്. പക്ഷെ ഇവരാരും ചിന്തിക്കണില്ല. കാരണം നമ്മള് അവരുടെ വിഷമങ്ങൾ കേട്ടിട്ടാണ് പൈസ കൊടുത്തത്. പക്ഷെ തിരിച്ചു തരാനുള്ള മനസ്സ് കുറെ ആൾക്കാർ കാട്ടില്ല കേട്ടോ. ഞാൻ പൈസേന്റെ കണക്ക് അങ്ങനെ പറഞ്ഞല്ല കേട്ടോ. കാരണം ഓരോ മനുഷ്യരുടെ സ്വഭാവം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. പൈസ അവര് തിരിച്ചു തന്നില്ലെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. പക്ഷെ നമ്മള് എന്താ പറയാ, ഒരാൾക്ക് നമ്മൾ സഹായം ചെയ്ത് കൊടുത്ത് പിന്നീട് അവര് നമ്മുടെ ശത്രുക്കളായി മാറിയിരിക്കുക കേട്ടോ. സത്യം പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ ആർക്കും നിങ്ങൾ കടം കൊടുക്കാതിരിക്കുക. ഈ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ സുഹൃത്തുക്കൾക്കൊന്നും കടം കൊടുക്കുകയേ ചെയ്യരുത്. അവസാനം സത്യത്തിൽ കുറെ ആൾക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കണേന്ന് അവര് നമ്മുടെ ശത്രുക്കളായി മാറിയിരിക്കും കേട്ടോ. സത്യമായിട്ട് എന്താ പറയാ, നമുക്ക് പാവം തോന്നിയിട്ട് ഒരാളെ സഹായിക്കാണ്, പക്ഷെ അവര് നമുക്ക് പൈസ തിരിച്ചു തരണമെന്നില്ല. പൈസ ഇല്ലെങ്കിൽ പോട്ടെ എന്ന് വയ്ക്കാം, പക്ഷെ അവരുടെ പ്രാക്കും ദേഷ്യവും എല്ലാം നമ്മൾ പിന്നീട് കാണേണ്ടി വരും. സത്യമല്ലേ? കുറെ പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിട്ടാ കേട്ടോ. കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ എടുത്ത് പറയുന്നുള്ളൂ. നെഗറ്റീവ് കമന്റ് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, കുറച്ച് ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിരിക്കാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും എല്ലാ മനുഷ്യരും പുണ്യാളന്മാരാണ്. ഒരിക്കലും അല്ല കേട്ടോ. കുറെ മനുഷ്യരുടെ മനസ്സിൽ എന്താന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നവരുടെ മനസ്സിൽ എന്താന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങനെ കുറെ ചതികൾ പറ്റിയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. കാരണം മുന്നിൽ നമ്മളെ നോക്കിയിട്ട് ചിരിക്കുമ്പോ നമ്മൾ വിചാരിക്കുവോ അവര് ഭയങ്കര സ്നേഹമാണ്, അവര് നല്ല രീതിക്ക് സഹായിക്കും, അതൊക്കെയാണ്. പക്ഷെ ചുമ്മാതെയാണ് കേട്ടോ. നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നവരും അവരുടെ മനസ്സിൽ എന്താണെന്ന് നമുക്കറിയില്ല. സത്യം പറഞ്ഞ എന്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആർക്കും, സുഹൃത്തുക്കൾക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും ആർക്കും കടം കൊടുക്കാതിരിക്കുക കേട്ടോ. അതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നെഗറ്റീവ് കമന്റ് പറയുന്നവരൊന്ന് ചിന്തിച്ച് നോക്കുക കേട്ടോ, എന്താണ് സംഭവം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. കുറെ ആൾക്കാരുടെ ജീവിതത്തിൽ പറ്റിക്കപ്പെട്ടിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കൾ വന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ വന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെയെങ്കിലും ഇല്ലാത്ത പൈസയെങ്കിലും ഒക്കെ നമ്മൾ ഒപ്പിച്ചവർക്ക് കൊടുത്ത് അവരുടെ സഹായം, നമ്മൾ ആ സമയത്ത് അവരുടെ വിഷമങ്ങൾ കണ്ടിട്ട് അവരെ സഹായിക്കുന്നവരായിരിക്കുമല്ലോ പലരും. പലരും അല്ല, ചുരുക്കം പലരും ഇത് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യും, പക്ഷെ പിന്നീട് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് അവര് പോണവരുണ്ട് കേട്ടോ. പക്ഷെ ചിലവര് കറക്റ്റ് പൈസ കാര്യങ്ങളൊക്കെ തിരിച്ചു തരും. ചിലവർ നല്ല സ്നേഹത്തോടെയൊക്കെ ആയിരിക്കാം. പക്ഷെ ചുരുക്കം കുറച്ച് ആൾക്കാരെയാണ് കേട്ടോ ഞാൻ എടുത്ത് പറയുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സഹായിച്ചതിന്റെ എന്താ പറയാ, ഒരു തിരിച്ചൊരു സഹായമോ അതേപോലെ തന്നെ നമ്മൾ ചെയ്തു കൊടുത്തതിന്റെ ഒരു നന്ദി പോലും തിരിച്ചു കാട്ടാത്ത ഒത്തിരി പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ. സത്യം പറയാല്ല, മനുഷ്യരുടെ മനസ്സിൽ എന്താന്ന് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. ഒരു മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. സത്യമായിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ നമ്മുടെ മുന്നിൽ വന്നിട്ട് ഒരാളിപ്പോ എന്താ ചിരിച്ച് കളിച്ച് സ്നേഹത്തോടെയൊക്കെ കാണിക്കുമ്പോ നമ്മൾ അതിലേക്ക് മയങ്ങിപ്പോകും. സത്യല്ലേ? പക്ഷേ അവരുടെ മനസ്സിലെന്താന്ന് നമുക്കറിയില്ലല്ലോ. അവര് വന്നിട്ട് നമ്മളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ മേടിച്ചിട്ട് പോകും കേട്ടോ. അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പോകും. പക്ഷെ നമുക്കൊരവസ്ഥ വന്നാൽ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ പൈസ ഈ കടം മേടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരെയാണ് ഞാൻ പറയുന്നത്. ഈ കടം കൊടുത്തിട്ട് ശത്രുക്കളാകുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ നമ്മുടെ സമൂഹത്തിൽ. അങ്ങനെ ഉള്ളവർ എനിക്കൊന്ന് കമന്റ് ചെയ്യണം. കാരണം കുറച്ച് ആൾക്കാർ എങ്കിലും ഇങ്ങനെ പറ്റിയിട്ടുണ്ടായിരിക്കാം. നെഗറ്റീവ് പറയുന്നവര് പറഞ്ഞോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഞാൻ എല്ലാരെയും കുറ്റം പറയുന്നില്ല. കുറച്ച് ആൾക്കാരെ മാത്രം ഞാൻ എടുത്ത് പറയുന്നുള്ളൂ.
എല്ലാ മനുഷ്യരും പുണ്യാളന്മാരൊന്നും അല്ല കേട്ടോ. നമ്മളെല്ലാം കണ്ണടച്ച് ഒരാൾക്ക് കടം കൊടുക്കാം, അവൻ പാവമല്ലേ എന്ന് വെച്ചിട്ട് നമ്മൾ കടം കൊടുക്കാം, അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ പൈസ തിരിച്ച് പ്രതീക്ഷിക്കരുത്, കൊണ്ടുപോട്ടെ അങ്ങനെ വിചാരിച്ച് കടം കൊടുക്കാം. പക്ഷെ പൈസ നമ്മൾ കൊടുത്തിട്ട് തിരിച്ചു ചോദിക്കാൻ പോവില്ല കേട്ടോ. നമുക്ക് ആർക്കെങ്കിലും സഹായിക്കണമെങ്കിൽ പൈസ കൊടുക്കാം. തിരിച്ചു ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിൽ നമ്മളോട് ദേഷ്യമായിരിക്കും നമ്മൾ പൈസ ചോദിക്കുമ്പോൾ. അങ്ങനെ ശത്രുക്കളാവുന്ന ബന്ധങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വിചാരിക്കും എനിക്കെന്താ വട്ടാണോ ഇങ്ങനെയൊക്കെ വന്ന് പറയാനെന്ന്. വേറെ ഒന്നും കൊണ്ടല്ല, കുറെ ആൾക്കാരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ മനുഷ്യന്മാരും പുണ്യാളന്മാരല്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരെയും എന്താ പറയാ, കൂടുതൽ ആരെയും നമ്മൾ വിശ്വസിക്കാനായിട്ട് പോകരുത്. എല്ലാവരെയും ഒരു പരിധിയിൽ നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, സ്വന്തം ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക്, നമ്മൾ ഏറ്റവും അടുപ്പമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കടം കൊടുക്കുകയും ചെയ്യും. അവസാനം ആ ബന്ധം സത്യത്തിൽ തകർന്നു പോവേണ്ട അവസ്ഥയിലേക്ക് വരും കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കാമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളോട് വന്നിട്ട് പറഞ്ഞതാണ് കേട്ടോ. നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല, കമന്റ് ചെയ്ത ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നീട് എന്താ പറയാ, ആരും കടം കൊടുക്കാതിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് കടം കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബാക്കിയുള്ളവർക്ക് കടം കൊടുക്കുക, മേടിക്കുക എന്നൊക്കെ ചെയ്തു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.